അവിടെ മാരായമുട്ടത്ത് സ്വദേശിയായ ജോയി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുറത്തേക്ക് കൊണ്ടുപോകുന്നു. മാരായമുട്ടത്തേക്കാണ് കൊണ്ടുപോവുക. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ കണ്ടതാണ് ഈ പോയ ദിവസങ്ങളിൽ. മന്ത്രി എം പി രാജേഷ് ഇപ്പോൾ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇപ്പോൾ ആശുപത്രിയിൽ വെച്ച് ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് നിങ്ങളെ കാണുന്നുണ്ട്, വിശദമായി ഇന്ന് തന്നെ കാണുന്നുണ്ട്. സാധാരണ അതിനൊരു നടപടിക്രമമുണ്ട്. ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടാണല്ലോ തീരുമാനിക്കുക. ഗവൺമെന്റ് ഒരു കാര്യത്തിൽ അപ്പം പ്രഖ്യാപിക്കാറില്ല. ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനൊരു നിവേദനം ബഹുമാനപ്പെട്ട MLA നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ക്യാബിനറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. മന്ത്രി എം പി രാജേഷ് സംസാരിക്കുകയായിരുന്നു. ജോയിയുടെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ മാരായമുട്ടത്തേക്ക് കൊണ്ടുപോകുന്നത്. മന്ത്രി എം പി രാജേഷ് അടക്കം വിവിധ മേയർ ആര്യ രാജേന്ദ്രൻ, VV രാജേഷ് അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും നേതാക്കളുമൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ 2-3 ദിവസം അങ്ങേയറ്റം സങ്കടകരമായ ദൗർഭാഗ്യകരമായ കാഴ്ചകൾ, ദൃശ്യങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. സമാനതകളില്ലാത്തൊരു രക്ഷാദൗത്യം നമ്മൾ കാണുകയായിരുന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിലൊരു സന്തോഷത്തിൻ്റെ വാർത്ത വരുമെന്ന് അവസാന മിനിറ്റ് വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അത് വിഫലമായിക്കൊണ്ടാണ് ജോയി യാത്രയാവുന്നത്. അലക്സ് രാംഭവം ചേരുന്നു. അലക്സ്, ഇനി നേരെ ജോയിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ലേ? എങ്ങനെയാണ് സംസ്കാര നടപടികൾ അടക്കം ആലോചന? അലക്സ്. ഹാഷ്മി, 1:15 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. ജോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ നിന്ന് മാരായമുട്ടത്തേക്ക് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിലേക്ക്, സഹോദരന്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. നഗരസഭയുടെ പ്രത്യേക ആംബുലൻസിലാണ് അവിടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം, ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്, ജോയിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയവരിൽ തദ്ദേശ വകുപ്പ് മന്ത്രി MV രാജേഷ് ഉണ്ട്, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമുണ്ട്. മണിക്കൂറുകളായി ഇവിടെ നഗരസഭയുടെ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ളവർ ഇവിടെ തുടരുന്നുണ്ട്. BJPയുടെ പ്രതിനിധികൾ, VV രാജേഷ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധികൾ, UDF കൗൺസിലർമാരടക്കം, പത്മകുമാർ അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ജനപ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ജോയിയുടെ സഹോദരന്റെ മകനെത്തിയാണ് മൃതദേഹം ജോയിയുടേതാണ്, ഇന്ന് ലഭിച്ച മൃതദേഹം ജോയിയുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം മറ്റു നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം തന്നെ ജോയിയുടെ മൃതദേഹം സംസ്കരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ അല്പം മുമ്പ് തദ്ദേശ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, സ്ഥലം MLA കൂടിയായ CK ഹരീന്ദ്രൻ ജോയിയുടെ കുടുംബത്തെ, മാതാവിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മുഖ്യമന്ത്രി അടിയന്തരമായി നൽകണമെന്നാണ് MLA ആവശ്യപ്പെട്ടത്. അതടക്കമാണ് നമ്മൾ ഇപ്പോൾ തദ്ദേശ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചത്. അദ്ദേഹം പറയുന്നത്, കോമ്പൻസേഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണ്. ആ മന്ത്രിസഭ കൂടിയതിനു ശേഷം ഉചിതമായ തീരുമാനം സർക്കാർ കൈക്കൊള്ളും അതുമായി ബന്ധപ്പെട്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ, അതായത് തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉയർന്ന ഒരു കാര്യം, അത് ഈ ഓടകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മാലിന്യവുമായി ബന്ധപ്പെട്ടാണ്. അത്തരം ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ അതിനായി പ്രത്യേകം അദ്ദേഹം മാധ്യമങ്ങളെ കാണാം എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ജോയിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. നമുക്കറിയാം, 3 ദിവസം നീണ്ട തിരച്ചിൽ, ഏതാണ്ട് 46 മണിക്കൂർ നീണ്ട തിരച്ചിൽ, അതിലേതാണ്ട് 200ഓളം രക്ഷാപ്രവർത്തകർ ഭാഗമായി എന്നുള്ളതാണ് ഹാഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാരായമുട്ടത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ പറയുന്ന അങ്ങേയറ്റം സങ്കടകരമായ ആ ദിവസങ്ങളുടെ ഒരു പരിസമാപ്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ ഒരു ജോയി.